Good afternoon. Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ആർക്കും ഒരു ഉഷാറില്ലാത്ത പോലെ. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല മിസ്സേ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് സ്ട്രെങ്ത് കുറവാന്ന് തോന്നണു. ഇന്ന് ആളുകൾ കുറവുണ്ട്. അതെ അല്ലേ? ഓ, അത് ശരിയാണ്. അല്ലെങ്കിൽ 40 ഒക്കെ ഉണ്ടാവുന്നതാണ്. 40 ഒക്കെ ഉണ്ടാവുന്നതാണ്. കുറവായതിന്റെ ഒരു ക്ഷീണമാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആളുകൾ കുറവായതിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിനി ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് അത് തുടങ്ങിയിട്ടാണ് എടുക്കാനുള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. 20 പേജ് നമ്പർ 20 റീഡ് ചെയ്യാം. ഫുള്ള് റീഡ് ചെയ്യണോ? ആ, ഫുള്ള് റീഡ് ചെയ്തോളൂ, പെട്ടെന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാനിവിടെ ഉണ്ടേ. ഞാനിവിടെ ഉണ്ടേന്ന്. എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. ഹലോ ഹലോ, ഞാനുണ്ടെന്ന്, ക്ലാസ്സിലുണ്ടെന്നേ. ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ഉണ്ട്. ഓ, മനസ്സിലായി. ആനക്കും ഉണ്ടായിരുന്നില്ല. ഇല്ല, പിന്നെ അതല്ല, എനിക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം 3:30 ആകുമ്പോഴത്തേക്ക്. എപ്പോഴും ഞാൻ നമുക്ക് ഫുഡ് കൊടുത്തു. നല്ല പനിയും മൂക്കൊലിപ്പും കുറവില്ല, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് കൊണ്ടുപോകണം ഇന്ന് ഹോസ്പിറ്റലിലേ. അതുകൊണ്ട് അതിന് ടെൻഷൻ ചെയ്യുന്നോണ്ടാ ക്ലാസ്സിൽ ഇങ്ങോട്ട് അറ്റൻഡ് കയറാഞ്ഞത്. ആദ്യം പറയാഞ്ഞത് അതുകൊണ്ടാ. ഓൺലൈനിൽ ഉണ്ടായിരുന്നു, ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാന്ന് കരുതി. ഓക്കെ. ശരി.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. 20ാമത്തെ പേജ് മാത്രമാണ് റീഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്, അതായത് മാൻ പവറിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. A requisition or an intent for recruitment should be submitted by the line official. The intent should be checked against the post allotted to the department branch. If the intents are found correct, the proposed recruitments are authorized and the initial pay, the scale and other admissible allowances are decided. In the end, job specification and man specification are decided in consultation with the line managers. അതായത് നമുക്കറിയാം, ഒരു സ്ഥാപനത്തില് ഒരു ഡിപ്പാർട്ട്മെന്റിന് പുതിയ എംപ്ലോയിയെ ആവശ്യമുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അഥവാ തലവൻ ലൈൻ മാനേജർ, അദ്ദേഹത്തിനെയാണ് ലൈൻ മാനേജർ എന്ന് വിളിക്കുന്നത് കേട്ടോ, HR-ലേക്ക്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒഫീഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. PSC-യിലൊക്കെ ഒഴിവ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. PSC-യിലേക്ക് ഒഴിവുകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? പല സ്ഥാപനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ KSEB ഉണ്ട്, KSF ഉണ്ട്, അങ്ങനെ കുറെ, അതായത് PSC ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ അധികം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും പോസ്റ്റുകൾക്ക് ഒഴിവ് വന്നു കഴിയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ തലവൻ എന്ത് ചെയ്യും? PSC-യിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കും. ഇന്ന സ്ഥാപനത്തിൽ ഇത്ര ഒഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനമാണ് അല്ലെ. ആ സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും എംപ്ലോയിയുടെ ഒഴിവുകൾ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയിയെ ആവശ്യമുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ലൈൻ മാനേജർ എന്നാണ് അദ്ദേഹത്തെ പറയാ, HR-ലേക്ക് ഒഫീഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. ഈ ആപ്ലിക്കേഷനെയാണ് ഇന്റന്റ് റിക്വസിഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പറയുന്ന ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നെയിമാണ് എന്ത്? ഇന്റന്റ് അഥവാ റിക്വസിഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് ഇതിനെ പറയാറുണ്ട്. അപ്പോ HR-ല് ഈ ഒരു തലവന്റെ അല്ലെങ്കിൽ ഹെഡിന്റെ ആപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം HR ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ എന്ത് ചെയ്യും? വിശദമായിട്ട് ആപ്ലിക്കേഷൻ പരിശോധിക്കും. എന്നിട്ട് അവർ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. എന്തൊക്കെയാണ്? അതായത് ഇയാൾ പറയുന്നത് പോലെ തന്നെ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ പറയുന്നത് പോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു പൊസിഷനിൽ ഇപ്പോ ഒഴിവ് വന്നിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അത് അലോട്ട് ചെയ്തിട്ടുള്ള, അതായത് ഒഴിവുകൾ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പൊസിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ആ സ്ഥാപനം, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അധികമായിട്ട് ആളുകളെ ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു 5 ആളുകളെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമെങ്കിൽ 5-ൽ കൂടുതൽ ആളുകളെ അവിടെ നിയമിക്കാൻ പാടില്ല. അതാണ് പ്രോട്ടോകോള്. ഓക്കെ, അപ്പൊ 5 ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ആവശ്യമില്ല പുതിയൊരാളുടെ അല്ലെ. പക്ഷെ 4 എണ്ണമാണ് ഉള്ളതെങ്കിൽ നിർബന്ധമായിട്ടും ഒരെണ്ണം വേണം. അപ്പൊ അങ്ങനെ അധികമായിട്ട് ആളുകളെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാറുണ്ട്? ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം ശരിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാല് എന്ത് ചെയ്യും? മാനേജ്മെന്റിന് നിയമനത്തിന് വേണ്ടിയിട്ട് അനുമതി നൽകും. പിന്നെ മാനേജ്മെന്റിനെ അവരെ അറിയിക്കും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കും.
ഓക്കെ. ഇനി ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട്. അതായത് മാനേജ്മെന്റ് HR കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താറുണ്ട്. എന്തൊക്കെയാണ്? അതായത് അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇനീഷ്യൽ പേ എത്രയാണ് കൊടുക്കേണ്ടത്, അതായത് ആദ്യം വരുന്ന സമയത്ത് അവർക്ക് ശമ്പളം എത്രയാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ പേ സ്കെയിൽ എത്ര, അതായത് എത്ര രൂപ തുടങ്ങി എത്ര രൂപ വരെ അവർക്ക് കൊടുക്കാം, ആ ഒരു കാര്യങ്ങൾ നോക്കാറുണ്ട്. പിന്നെ മറ്റ് അലവൻസുകൾ, DA പോലുള്ള അലവൻസുകളൊക്കെ എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഒരു അക്കൗണ്ടിങ് സെഷനിലേക്ക് ഒരു അക്കൗണ്ടന്റിനെ നിയമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് ചിലപ്പോൾ 25,000 ആയിരിക്കും, പക്ഷെ ഇനീഷ്യൽ പേ ചിലപ്പോൾ 20,000 ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ്, അതായത് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് മാനേജ്മെന്റ് കൂടിയിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നത്. ഓക്കെ. ഇനി ഫൈനലി 2 കാര്യങ്ങൾ കൂടി ഡിസൈഡ് ചെയ്യവര്, ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ കൂടി അവർ തീരുമാനിക്കും. എന്താണ്? അതായത് ജോലിക്ക് വേണ്ട ആളുടെ യോഗ്യത എന്താണെന്ന് തീരുമാനിക്കും. ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് എത്ര വേണമെന്ന് തീരുമാനിക്കും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്, അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെടുക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ. ജോലിക്ക് വേണ്ട യോഗ്യത, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ആ ആൾക്ക് വേണ്ടിയിട്ടുള്ള കഴിവ്, പിന്നെ ഗുണങ്ങള്, അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഗുണം, പിന്നെ ചില നമുക്കറിയാം വയസ്സ് നോക്കാറുണ്ട് അല്ലെ. ചില കമ്പനികളൊക്കെ ഇന്ന വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പൊ വയസ്സ് നോക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ ഹെൽത്ത്, അതുപോലെ തന്നെ സ്പീക്കിംഗ് സ്കില്ല്, അതുപോലെ നേച്ചർ, സ്വഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നതായിരിക്കണമെന്ന് മുൻപേ തന്നെ തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? യെസ്. ദെൻ നമുക്ക് ഇനി അടുത്തത് നോക്കാം, ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതായത് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്, ഉറവിടങ്ങൾ എങ്ങനെയാണ്, റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സ് ആണ്. ഇന്റേണൽ സോഴ്സ്, this consists of personnel who are already on the payroll of an organization. Example, its present working force. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted, or sometimes demoted. എന്താണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്? ഇതൊരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് റിക്രൂട്ടിംഗ് എംപ്ലോയീസ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ. അതായത് പുറത്തേക്ക് തേടി പോകുന്നില്ല, പകരം എന്ത് ചെയ്യാണ്, ഒരു ഓർഗനൈസേഷൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലുള്ളൂ വന്നു കഴിഞ്ഞാല് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് ട്രാൻസ്ഫർ രൂപത്തിലാകാം, അല്ലെങ്കിൽ എന്താ പറയാ പ്രമോഷൻ രൂപത്തിലാകാം, അല്ലെങ്കിൽ ചില സമയത്ത് ഡിമോട്ടഡ്, അതായത് താഴ്ന്ന സ്ഥാനം കൊടുക്കാം. ചില ആളുകളെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റാറുണ്ടല്ലോ. അതായത് അയാൾ ഒരു സ്ഥാനത്തായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ലോ ലെവലിലേക്കുള്ള പൊസിഷനിലേക്ക് മാറ്റുന്നു. അപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് നടക്കുന്നത് എന്താണ്, കൂടുതലായിട്ടും ട്രാൻസ്ഫറുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥാപനത്തിനകത്ത് തന്നെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? ഓക്കെ. റിക്രൂട്ടിംഗ് എംപ്ലോയീസ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണെന്ത്, ഈ ഒരു ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്ഥാപനത്തിന് ഉള്ളിൽ തന്നെ ഉള്ള ആളുകളെ നിയമിക്കുന്ന ഒരു പ്രൊസീജിയർ ആണെന്ത്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് എന്താണ്? These sources which consist outside the organization usually include. Okay. അതായത് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. സ്ഥാപനത്തിൽ നിന്ന് പുറത്തുള്ള, സ്ഥാപനത്തിന് പുറത്തുള്ള ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡിൽ നിന്നുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ സോഴ്സസ്.
ഓക്കെ, അപ്പൊ അത് 4 രീതിയിലുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, യങ് മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, ദ കോളേജ് സ്റ്റുഡൻസ്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ന്യൂ എൻട്രൻസ് ആണ്. അതായത് പുതുതായിട്ട് വരുന്ന ആളുകള്, പുതുതായിട്ട് വരുന്ന എംപ്ലോയീസ്. അത് യങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, യുവാക്കളായിരിക്കാം, യുവതികളായിരിക്കാം. ഇവര് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് ഇവർക്ക് അധികം എന്താ പറയാ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ പറയും ഫ്രഷേഴ്സ്. ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കാണാറില്ലേ, നോക്കുമ്പോ ഫ്രഷേഴ്സ് അപ്ലൈ ഉള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, പക്ഷെ ഇവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാകും. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ഇവിടേക്ക് വരുന്നത്. കഴിവുകൾ ഉണ്ടാവും കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് അല്ലെ, കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു രീതിയിൽ, അതായത് പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് അപ്പൊ തന്നെ ജോലിക്ക് പ്രവേശിക്കുന്നവരൊക്കെ ഇല്ലേ, അവരെയാണ് ഈ ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആണ്, തൊഴിൽ രഹിതർ. അതായത് കുറെ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നു, പക്ഷെ തൊഴിലൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ വലിയൊരു അവസരം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ ആ ജോലി ചെയ്യും അല്ലെ. ഇവരുടെ പ്രത്യേകത എന്താണ്? വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഈ അൺഎംപ്ലോയിഡ് എന്ന് പറയുന്ന ആളുകൾക്ക് വളരെയധികം കഴിവുകളുണ്ട്, അതുപോലെ എബിലിറ്റീസ് ഉണ്ട്, പക്ഷെ ഇവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവർക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം. അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയൊരു കമ്പനി അവരെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവരവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് അവിടെ കാണിച്ചിട്ട് ജോലിക്ക് കയറും. ഓക്കെ, അപ്പൊ നമ്മളിൽ ഭൂരിഭാഗവും ആര് തന്നെയാണ്? അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. കേരളത്തിൽ അങ്ങനെയല്ല ഉള്ളത്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളല്ലേ ഉള്ളത്, തൊഴിൽ രഹിതരല്ലേ കൂടുതലായിട്ടും. യെസ്, ഇപ്പൊ രണ്ടാമത്തെ കാറ്റഗറി അൺഎംപ്ലോയിഡ് ആണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തേതെന്ന് പറയുന്നത് റിട്ടയർഡ് ഓർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് കുറെ വർഷം ജോലിയൊക്കെ ചെയ്ത് ഇപ്പൊ ഗവൺമെന്റ് ഓഫീസിൽ, ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതായത് സർക്കാർ ജോലി, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലികളിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലികളിലോ അല്ലെങ്കിൽ റെയിൽവേ പോലുള്ള ജോലികളിലോ ഒക്കെ ഇരുന്നിട്ട് റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെ അവർക്കൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ പല ജോലിക്കും പോകാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതാണ്, സോഴ്സ് ആണെന്ത്, റിട്ടയർഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ, അപ്പൊ അവർക്കൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു, ശേഷം വീണ്ടും ജോലി അന്വേഷിക്കുന്നു. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുള്ളൂ, വളരെയധികം പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ് ഇവര് കേട്ടോ. ഓക്കെ, ഡി എന്ന് പറയുന്നത് അതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? അതായത് അഡ്വർടൈസ്മെന്റിലൂടെ വരുന്ന ആളുകളുണ്ട്, പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ട് ഇന്റർവ്യൂവിനായിട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ പ്ലേസ്മെന്റ് ഏജൻസീസ്, ചില ഏജൻസികളൊക്കെ ഉണ്ട് അല്ലെ, പ്ലേസ്മെന്റ് കൊടുക്കുന്ന അല്ലെ. അതായത് നമ്മുടെ വിവരങ്ങൾ, അതായത് നെയിം, ഡീറ്റെയിൽസ്, അഡ്രസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ആ ഏജൻസി എന്ത് ചെയ്യും, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ജോലി കണക്ട് ചെയ്ത് തരും അല്ലെ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള പ്ലേസ്മെന്റ് ഏജൻസികളൊക്കെ വഴി വരുന്നവര്, അതാണ് ഈ അതേഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്നവര്. ഓക്കെ, അപ്പൊ 4 തരമാണ്. ന്യൂ എൻട്രൻസ് ഉണ്ട്, അൺഎംപ്ലോയിഡ് ഉണ്ട്, റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, അതുപോലെ അതേഴ്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റിന്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആണ്, അതായത് നേരിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് to educational and professional institutions. Employees contact with the public and managed exhibits. One of widely used direct methods is that of sending recruiters to college and technical schools. Okay. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് മീൻസ്
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒക്കെ കമ്പനി നേരിട്ട് ചെന്നിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് വൺ ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് ഡയറക്ട് മെത്തേഡ് ഈസ് ദാറ്റ് ഓഫ് സെൻഡിങ് റിക്രൂട്ടേഴ്സ് ടു കോളേജസ് ആൻഡ് ടെക്നിക്കൽ സ്കൂൾസ്. റിക്രൂട്ടേഴ്സിനെ, അതായത് ജോലിക്ക് തെരഞ്ഞെടുക്കുന്ന ആളുകളെ നേരിട്ട് കോളേജുകളിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്ഥാപനങ്ങളിലോ അയച്ചിട്ട് അവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തി ആളുകളെ നിയമിക്കുന്ന രീതി. ക്യാമ്പസ് ഇന്റർവ്യൂ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ പെടുത്താം കേട്ടോ, അല്ലേ? ക്യാമ്പസ് ഇന്റർവ്യൂ ഡയറക്റ്റ് മെത്തേഡിൽ ഉൾപ്പെടുന്നതല്ലേ? ആണോ? ഒരു കമ്പനിയുടെ കുറെ അധികം ആളുകൾ വരും അല്ലെ, റെപ്രസെന്റേറ്റീവ്സ് വരും. അവരെന്ത് ചെയ്യും? കുറെ ആളുകൾ ഇന്റർവ്യൂ നടത്തും, കോളേജ് സ്റ്റുഡൻസിന് ഇന്റർവ്യൂ നടത്തും. അതിനകത്ത് കഴിവുള്ള കോളേജ് സ്റ്റുഡന്റിന് എന്ത് ചെയ്യാം? ആ ഒരു പഠന കാലഘട്ടം കഴിഞ്ഞിട്ട് അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യും, അല്ലെ? ആ ഒരു രീതിയാണ് എന്ത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നോക്കാം നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. Indirect methods എന്താ? Advertising in newspapers, on the radio, in trade and professional journals, technical magazine and brochures are mostly included in this method. Indirect method എന്ന് പറഞ്ഞാല് ന്യൂസ് പേപ്പറുകളിൽ അഡ്വർടൈസ്മെന്റ് മുഖേനയോ റേഡിയോ ആഡ് മുഖേനയോ അല്ലെങ്കിൽ ട്രേഡ് പ്രൊഫഷണൽ ജേർണൽസ് വഴിയോ ടെക്നിക്കൽ മാഗസീൻ വഴിയോ ബ്രോഷർ വഴിയോ എന്ത് ചെയ്യുന്നു? ആളുകളെ തിരഞ്ഞെടുക്കുന്നു, അതായത് പരസ്യങ്ങൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് എംപ്ലോയീസിനെ ആവശ്യമുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കുന്നു. ആ പരസ്യം കണ്ടിട്ട് ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ റേഡിയോയിൽ ആഡ് കൊടുക്കുന്നു, ടിവിയിൽ ആഡ് കൊടുക്കുന്നു, മാഗസീനിൽ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ധാരാളം എന്താ പറയാ വിവിധതരം എന്താ പറയാ മാർഗങ്ങളിലൂടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇൻഡയറക്റ്റ് മെത്തേഡ്? മൂന്നാമത്തേത് നമുക്ക് നോക്കാം തേർഡ് പാർട്ടി മെത്തേഡ്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? The use of commercial or private employment agencies, state agencies, placement offices of school, colleges and professional associations, recruiting firms, management consulting firms, friends and relatives. അതായത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാല് എന്താ പറയാ മൂന്നാം കക്ഷി, ആ ഒരു മീനിങ് ആണല്ലോ വരിക. തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏജൻസികളുടെ സഹായത്തോടെ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഏജൻസികൾ ഉണ്ട് അല്ലെ. ഈ ഏജൻസിയിൽ പ്ലേസ്മെന്റ് ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾ മുഖേന നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ക്വാളിഫിക്കേഷന്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ലൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി വന്നു കഴിയുകയാണെങ്കിൽ, അതായത് അവർക്ക് ജോലി കിട്ടുവാണെങ്കിൽ, അതായത് ഈ ഒരു പ്ലേസ്മെന്റ് ഏജൻസി ആ ജോലി കണക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അവർ നമ്മളെ വിളിച്ചു പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാം. പക്ഷെ ഒരു കണ്ടീഷൻ അവരെ വെക്കും അല്ലെ. അവർക്ക് എന്ത് കൊടുക്കണം? നമ്മൾക്ക് തേർഡ് പാർട്ടിക്ക് എന്താ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കാതെ അവര് തരുമോ നമുക്ക് ജോലി? അവസരം നീട്ടി തരുമോ? വേക്കൻസി തരുമോ? പൈസ കൊടുക്കണം അല്ലെ, കമ്മീഷൻ കൊടുക്കണം അല്ലെ. ചിലവര് ഫസ്റ്റ് തന്നെ ഇത്ര രൂപ എന്ന് പറഞ്ഞു മേടിക്കും. മറ്റു ചില ആളുകളാണെങ്കിൽ ആദ്യ ശമ്പളത്തിന്റെ ഇത്ര പെർസെന്റേജ് അവർക്ക് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് എന്ത് പറയുന്നേ? തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്ലേസ്മെന്റ് ഏജൻസീസ് ഒക്കെ വഴി നടത്തുന്ന റിക്രൂട്ട്മെന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം method of assessment of the recruitment programmed. Recruiting sources should be periodically assessed. For this purpose, the criteria may be the cost per applicant, the applicant hiring ratio, tenure, performance appraisals, etc. അതായത് ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നതിന് ശേഷം കമ്പനി ചില കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് അല്ലെങ്കിൽ മെത്തേഡുകളാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. ഈ റിക്രൂട്ട്മെന്റിലൂടെ ആളുകളെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ആപ്ലിക്കൻസിന് വേണ്ടിയിട്ട് എത്ര ചെലവായി. ഒരു കമ്പനി ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർക്ക് ചെലവുകൾ ഉണ്ടാവില്ലേ? ഇല്ലേ, ചെലവുകൾ ഉണ്ടാവില്ലേ?
ആ ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട്? ഇല്ലേ? എങ്ങനെയാണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ PSCയുടെ എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെ, എന്ത് നമുക്ക് വേണ്ടിയിട്ട് അവര് ചെലവാക്കുന്നില്ലേ? പൈസ ചെലവാക്കുന്നില്ലേ? എങ്ങനെയാണ് പൈസ ചെലവാക്കുന്നത്? PSCയുടെ എക്സാം നടക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനായിട്ട് പൈസ ചെലവല്ലേ? ആണോ? OMR ഷീറ്റിന് പൈസ ചെലവല്ലേ? ഇൻവിജിലേറ്റർ ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് പൈസ കൊടുക്കണ്ടേ? വെറുതെയാണ് അവര് വരുന്നേ? അല്ലല്ലേ, അവർക്ക് ഇത്ര ചാർജ് കൊടുക്കണോ അല്ലേ? അപ്പൊ എത്രയോ രൂപയാണ് ഒരു ആപ്ലിക്കന്റിന് വേണ്ടിയിട്ട് PSC ചെലവാക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും ആപ്ലിക്കൻസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആപ്ലിക്കന്റിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവായി എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റിന് ശേഷം എത്ര പേരാണ് അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്, കഴിവുള്ള എത്ര പേര് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകള് എത്ര പേരാണ് കാലാവധി തികയ്ക്കുന്നത്? അല്ലെ, ചില കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, ബോണ്ട് അല്ലെ എഗ്രിമെന്റ് വെക്കാറുണ്ട് അല്ലെ, ഇത്ര വർഷത്തേക്ക് ജോലി ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബോണ്ട് വെക്കാറുണ്ട്. അല്ലാതെ ചില കമ്പനികളാണെങ്കിൽ അതൊന്നും ബാധകമല്ല. അപ്പൊ ചില ആളുകൾ ജോലിക്ക് വരും, ചിലപ്പോൾ 1-2 മാസം നിൽക്കും, പിന്നെ പിരിഞ്ഞു പോകും, മതിയാക്കി പോകും അല്ലെ. അപ്പൊ വരുന്ന അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത ആളുകളിൽ എത്ര പേരാണ് കാലാവധി തികച്ചു നിന്നിട്ടുള്ളത്, അത് അവർ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ്, അതായത് ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ഇവാലുവേറ്റ് ചെയ്യുന്ന ചില വസ്തുതകളാണ്. ഇതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ, മെത്തേഡ് ഓഫ് അസസ്മെന്റ്. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പ് അല്ലേ? The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is mostly likely to carry out well in that job. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. While planning a selection policy, the consideration should be given to organizational needs as well as technical and professional extent of selection procedures. നമുക്ക് എന്താണ് നോക്കാം. അതായത് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോലി കിട്ടാൻ അപേക്ഷിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ശേഖരിച്ച് ആ വ്യക്തി ജോലിക്ക് യോഗ്യനാണോ എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് ആര് അപ്ലൈ ചെയ്യുന്നുവോ ആ ആളെ കുറിച്ച് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ആ വ്യക്തി ജോലിക്ക് യോഗ്യനാണോ എന്ന് തീരുമാനിക്കുന്ന പ്രോസസ് ആണ് സെലക്ഷൻ. ഈ സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത് ജോലിക്ക് ഏറ്റവും അനുയോജ്യനായ ആളുകളെ തിരഞ്ഞെടുക്കുകയും അനുയോജ്യമല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണ്? അതായത് ആ ജോബിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക, സ്യൂട്ടബിൾ അല്ലാത്ത ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ്. സെലക്ഷന്റെ പല പ്രോസസ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ് എന്ന് പറയും. ഓക്കെ, അതായത് ചെറിയ ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരു വിഭാഗം ആളുകളെ ഒഴിവാക്കുന്നു. ഇപ്പൊ നമുക്ക് PSCയുടെ ഇതിൽ തന്നെ അറിയാം, പ്രിലിമിനറി ടെസ്റ്റ് നടത്താറില്ലേ? പ്രിലിമിനറി മെയിൻ അല്ലെ, 2 പരീക്ഷകൾ നടത്താറുണ്ട് അല്ലെ. എന്നിട്ട് പ്രിലിമിനറി എന്താണ്? പ്രിലിമിനറി ടെസ്റ്റിലൂടെ ഒരു വിഭാഗം ആളുകളെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുകയും ഒരു വിഭാഗം, അതായത് മെജോറിറ്റി ആളുകളെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറയുന്നത്.
ഇതുപോലെ തന്നെയാണ് ഇവിടെ. എന്താണ്, ചെറിയൊരു ഇന്റർവ്യൂ നടത്തിയിട്ട് കുറെ അധികം ആളുകളെ റിജക്ട് ചെയ്യുകയും കുറച്ച് ആളുകളെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. Then next one, application blank or application form, a fact finder which helps one to learn about an applicant's background and life history. All conducted interviews to inspect the facts and get at the attitudes of the applicant and his family to the job. ഇവിടെ പറയുന്നത് എന്താണ്, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം, അതായത് തെരഞ്ഞെടുത്ത ആളുകളിൽ നിന്നുള്ള എല്ലാത്തരം ഡീറ്റെയിൽസ്, അതായത് അവരുടെ പേര്, അഡ്രസ്, അവരുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ശേഖരിക്കുന്നു. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. അതായത് ഇവര് തെരഞ്ഞെടുത്ത് ഇത്ര ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല, ചെറിയ വിഭാഗം ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ആ തെരഞ്ഞെടുത്ത ആളുകൾ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ എന്താണ് പറയാ ലൈഫ് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ ചുറ്റുപാടുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി ഇവർക്ക് കൊടുക്കുന്നു. മൂന്നാമത്തേതാണ് എന്ത്, ഫിസിക്കൽ എക്സാമിനേഷൻ. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. അതായത് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന്, സെലക്ഷൻ പ്രോസസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുത്ത വ്യക്തി ഫിസിക്കലി ഫിറ്റ് ആണോ, അയാള് ആരോഗ്യവാനാണോ, ജോലി ചെയ്യാൻ അയാളുടെ ശരീരം ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. Then next one, psychological testing to inspect the surface area and get an objective look at the candidate's suitability for a job, candidate's aptness for a job. അതായത് അടുത്തത് പറയുന്നത് എന്താണ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. അതായത് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റൽ എബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടോ, ആ ജോലി ചെയ്യാൻ അദ്ദേഹം ആപ്റ്റ് ആണോ, മെന്റൽ സ്കിൽ ഉണ്ടോ, മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് കേട്ടോ. Then next one, റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത് മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കും, അല്ലെ. ചില ആളുകൾ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, അല്ലെ. കാരണം മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അല്ലെ. അപ്പോ സ്ഥാപനങ്ങള് സെലക്ഷൻ നടത്തുന്ന സമയത്ത് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യും. Then last one, final selection approval by manager and communication of the decision to the candidate. Then last one, ഈ ഒരു ആളെ തെരഞ്ഞെടുത്തതിന് ശേഷം, ഒരു ഫൈനൽ സെലക്ഷൻ അപ്രൂവല് കിട്ടിയതിന് ശേഷം മാനേജർ ഈ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. നിങ്ങൾ ഇവിടെ നിയമിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തോട് പറയും. അപ്പൊ ഇത്രയുമാണ് സെലക്ഷന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ നെക്സ്റ്റ് പേജും ഒന്ന് റീഡ് ചെയ്തോളൂ. ഇന്റർവ്യൂസ് വരെ റീഡ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആസ് പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ 4 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, 2 അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്, 3 പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, 4 ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ട്രൈസ് ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻ അറ്റ് വർക്ക്. അതായത് ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് അളക്കുന്നതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരാൾക്ക് ഒരു വർക്ക്
അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആ ഒരു ജോലി സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സിറ്റുവേഷനെ അദ്ദേഹം പ്രിവെന്റ് ചെയ്യുന്നത് എന്നൊക്കെ എന്താണ് ഇതിനകത്ത് നോക്കാറുണ്ട്. ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ സമയത്ത് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ ഒരു രീതിയിൽ ജോലിയിൽ അദ്ദേഹത്തിന്റെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് അളക്കുന്നതാണ് എന്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ഇറ്റ് ഇവാലുവേറ്റ്സ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അതായത് ഒരു എംപ്ലോയി അദ്ദേഹത്തിന് ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് പീരീഡിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ആണെന്ന് പരിശോധിക്കുന്നതാണ് എന്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അദ്ദേഹം ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങള്, ആ പഠിച്ച കാര്യങ്ങളെ അതിനെ അളക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ്. Then next personality test ആണ്. It mainly assess human personality. Personality testing and assessment refer to techniques designed to measure the characteristic patterns of traits that people show across various situations. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം, അദ്ദേഹത്തിന്റെ നേച്ചർ, അതുപോലെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നിവ പരിശോധിക്കുന്ന ടെസ്റ്റിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. Then last one, interest test ആണ്. It determines a person's preference for specific fields or activities. അതായത് ഏത് മേഖലയിലാണ് എംപ്ലോയിക്ക്, അതായത് ഒരു തൊഴിലാളിക്ക് കൂടുതൽ താല്പര്യം എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾക്ക് പല രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത്, ആ ഒരു രീതി കണ്ടെത്തുന്ന ടെസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതും ടെസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് ആർ ഏതാണ് പറയേണ്ടത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആളുടെ ജോലി ചെയ്യാനുള്ള കഴിവ് എത്രമാത്രം എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ആണത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ആളുടെ, അതായത് അദ്ദേഹം പഠിച്ച അറിവ്, അദ്ദേഹം പഠിച്ചു വന്നിട്ടുള്ള ട്രെയിനിങ് പീരീഡിലൊക്കെ അദ്ദേഹം പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങള് എത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ അറിവ് എന്ന് പരിശോധിക്കുന്നതാണ് ഇത് അച്ചീവ്മെന്റ് ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ സ്വഭാവം, അതുപോലെ തന്നെ പെരുമാറ്റം, ആത്മവിശ്വാസം എന്നിവ പരിശോധിക്കുന്നതാണ്. ദെൻ ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ താല്പര്യം എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ് ഇത് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, നമുക്ക് ബി നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. On the basis of the use to which the tests are put, they may be categorized into 3 broad categories. അതായത് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നമുക്ക് 3 ആയിട്ട് അവയെ തരംതിരിക്കാം. ഒന്ന് സെലക്ഷൻ ടെസ്റ്റ് ആണ്. എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. These tests are done to select apt candidates for a particular job. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ജോലിക്ക് ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു ജോലിക്ക്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അതിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ്. രണ്ടാമത്തേതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. Under such a test, special consideration are given to decide on which of the several possible assignments of a person will be able to do his best. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു, പക്ഷെ ആ വ്യക്തിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി ഉണ്ടാവും അല്ലെ, അത് കണ്ടെത്തുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. Then മൂന്നാമത്തേതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. Okay, it is concerned with assigning a person to different levels of work rather than distinctly different types of work. Okay, അതായത് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരാളെ അയാളുടെ ജോലിയുടെ ലെവൽ അനുസരിച്ച് നിയമിക്കലാണ്.
അതായത് ജോലിയുടെ ലെവൽ ഉണ്ടല്ലോ, ഓരോ ജോലിക്കും ഓരോ പൊസിഷൻ അല്ലെങ്കിൽ ഓരോ ലെവലുകൾ ഉണ്ട്. അപ്പോ അതിനനുസരിച്ച് നിയമിക്കുന്നതിനെയാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. Individual test is a test which a single individual is tested at a time and also observed his behavior carefully throughout the testing period. Group tests are normally done in a format which enables individual to record his own responses and can be given to a member of individuals without any special need of observing their behavior. അതായത് വളരെ ചുരുക്കി പറയാം, ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരാളെ മാത്രമായി പരിശോധിച്ച് അയാളുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതാണ്. അതായത് ഒരാളെ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കാം, അയാളെ മാത്രം നോക്കി അല്ലെങ്കിൽ അയാളെ മാത്രം നിരീക്ഷിച്ച് അല്ലെങ്കിൽ അയാളുടെ കഴിവുകൾ മാത്രം അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അയാളെ എന്താ പറയാ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരാളെ മാത്രം നിരീക്ഷിക്കുക, അയാളുടെ പെരുമാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യുക, അയാളുടെ കഴിവുകൾ അളക്കുക എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റിന്റെ പ്രത്യേകത. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുമ്പോഴും, ഓക്കെ, അതായത് ഇന്റർവ്യൂ നടത്തുന്ന സമയത്തൊക്കെ ഒരു കൂട്ടം ആളുകൾക്കായിട്ട് ചില ടാസ്കുകളൊക്കെ കൊടുക്കുക അല്ലെ. ആ ടാസ്കുകൾ അതായത് ഒരേ സമയം പലരെയും പരിശോധിക്കുന്നത്, അതായത് ഇതിന് പ്രത്യേക നിരീക്ഷണം ആവശ്യമില്ല, ഒരു കൂട്ടം ആളുകളെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? നെക്സ്റ്റ് വൺ ഇന്റർവ്യൂസ് ആണ് കേട്ടോ. Interview is a formal meeting where one or more persons question or assess another person. The most widely used selection tool is probably the interview. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. Interview is defined as a selection technique which enables the employer to view the total individual and directly appraise him and his behavior. An interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. Okay, interview എന്ന് പറയുന്നത് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് അല്ലെ. അവിടെ എന്താ നടക്കുന്നത്? ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ അയാളെ ആക്സസ് ചെയ്യുന്നതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോ ഒന്നോ അതിൽ കൂടുതലോ എന്ത് ചെയ്യുന്നു, വ്യക്തികള് മറ്റൊരാളെ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ മീറ്റിംഗിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെ ഇന്റർവ്യൂ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഒന്നില്ലെങ്കിൽ ഒരാളാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളാകാം അല്ലെ. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ എത്ര പേരാ ഉണ്ടാവുക? ഒന്നില്ലെങ്കിൽ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളായിരിക്കും അല്ലെ. അപ്പോ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള വ്യക്തികള് മറ്റൊരാളെ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ മീറ്റിംഗിനെ നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയാം. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാർഗമാണെന്ത്? ഇന്റർവ്യൂ. ഇന്റർവ്യൂ വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ജോലിക്ക് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നത്? ഒരു ആപ്ലിക്കന്റ് അയാളുടെ എല്ലാ പ്രധാനപ്പെട്ട സവിശേഷതകളും പരിശോധിച്ച് അവയെ കൂട്ടിച്ചേർത്ത് വിലയിരുത്താൻ സഹായിക്കുന്നത്. ഒരു ആപ്ലിക്കന്റിൽ നിന്ന് നമുക്ക് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അദ്ദേഹത്തെ വിലയിരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ വഴി എന്ത് ചെയ്യാം? എംപ്ലോയർക്ക് ആപ്ലിക്കന്റിനെ നേരിട്ട് കാണാനും അയാളുടെ പെരുമാറ്റങ്ങൾ വിലയിരുത്താനും സഹായിക്കുന്ന ഒരു രീതിയാണിത്. അപ്പൊ ഇന്റർവ്യൂ വഴി തൊഴിലുടമയ്ക്ക് അപേക്ഷകനെ നേരിട്ട് കാണാം, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാം, അദ്ദേഹത്തെ വിലയിരുത്താം, അദ്ദേഹത്തിന്റെ നേച്ചർ അല്ലെങ്കിൽ ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ അവിടെ ജോലിക്ക് എടുക്കുന്നത്. ഓക്കെ അല്ലേ?
ഓക്കെ. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാം പിന്നെ ഞാൻ കുഞ്ഞിനോട് ഹോസ്പിറ്റലിൽ പോകാണ്ട് ക്ലാസ് ലെഫ്റ്റ് അടിച്ചോട്ടെ മാം? അത് റെക്കോർഡ് ക്ലാസ് കറക്റ്റായിട്ട് കണ്ടാ പോരെ? ഹലോ പറഞ്ഞോളൂ ഹരിത, പറഞ്ഞോളൂ. മാം പിന്നെ ഞാൻ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേ, ക്ലാസ് കറക്റ്റ് കേട്ടില്ല. ഉണ്ടായിരുന്നാലും ക്ലാസ് കേട്ടു. അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടാ പോരെ കറക്റ്റായിട്ട്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെഫ്റ്റ് അടിച്ചോട്ടെ, ക്ലാസ് വെൻഡ് ചെയ്തോട്ടെ? ക്ലാസ് റെക്കോർഡ് ക്ലാസ് കേട്ടാ മതി കേട്ടോ ഹരിത. കുഞ്ഞിനോട് ഹോസ്പിറ്റലിൽ പോവാൻ മാം, അപ്പൊ ക്ലാസ് ലെഫ്റ്റ് അടിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ? പൊയ്ക്കോളൂ പനിയായത് പനിയായോണ്ടാ മാം, വേറെ ഒന്നും അല്ല. ക്ലാസ് നോക്കാൻ ഒട്ടും വയ്യ, അതുകൊണ്ടാ. പനിയാണോ? നല്ല പനിയും മൂക്കൊലിപ്പും ഉണ്ട്, നല്ല ക്ഷീണമൊക്കെ ഉണ്ടാക്കുന്നു. കൊണ്ടുപോയിട്ട് ഞാൻ അഡ്മിറ്റ് ആക്കുമെന്ന് അറിയത്തില്ല, അവിടെ ഒട്ടും വയ്യ, നല്ല മൂക്കൊലിപ്പുണ്ട്. പൊയ്ക്കോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മാം പിന്നെ പറഞ്ഞു തരണേ ചോദിക്കുവാണെങ്കിൽ. ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് പഠിക്കും. പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, സെപ്പറേഷൻ, പിന്നെ എംപ്ലോയി ട്രെയിനിങ് ഉണ്ട്. പിന്നെ ട്രെയിനിങ് മെത്തേഡുകൾ ഉണ്ട്, പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട് എംപ്ലോയിക്ക്, അത് പഠിക്കും. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ, മോട്ടിവേഷൻ. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു 2-3 ക്ലാസ് കൊണ്ടൊക്കെ തീരുമായിരിക്കും. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യുവാണേ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.